വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. സംരംഭമാണ് നമ്മൾ നടത്തുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു മാർച്ചും ധർണയാണ് നടന്നിട്ടുള്ളത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ AP മോഹൻ MLA ഞാൻ അഭ്യർത്ഥിക്കുന്നു. HMS ജനതാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന മാർച്ചിൻ്റെയും ധർണയുടെയും ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് മഞ്ഞത്തേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി KK കൃഷ്ണൻ, മറ്റ് ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവ് ചന്ദ്രൻ നായർ അടക്കമുള്ള വിവിധ ജില്ലകളിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, തൊഴിലാളി സഖാക്കളെ, മറ്റ് സുഹൃത്തുക്കളെ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായിട്ട് 1948 ഡിസംബർ 14-ാം തീയതി ബോംബെയിലെ നാഷണൽ ട്രേഡ് യൂണിയൻ എന്ന പേരിൽ ആരംഭിക്കുകയും പിന്നീട് അത് ഹിന്ദ് മസ്ദൂർ സഭ എന്ന പേരിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സംഘടനയായി തൊഴിലാളി സംഘടനയായിട്ട് മാറുകയും അന്നത്തെ കാലഘട്ടത്തൊക്കെ തന്നെ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ തന്നെ നിശ്ചലമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നേതാക്കന്മാരായിരുന്നു നമുക്കുണ്ടായിരുന്ന ജോർജ് ഫെർണാണ്ടസ് അടക്കം. ജോർജ് ഫെർണാണ്ടസ് കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളുമായിട്ട് വ്യക്തിബന്ധം പുലർത്തിയ ഒരു നേതാവായിരുന്നു. ഞങ്ങളുടെ പാനൂരിലും അദ്ദേഹം വന്നിരുന്നു. അവിടെയൊക്കെ തന്നെ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏത് ചടങ്ങിൽ പോലും എത്തിച്ചേരുന്ന ഒരു നേതാവായിട്ട് മാറുകയും ചെയ്തു. ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഇന്നേതൊക്കെ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധത്തോടു കൂടി പറയുകയും അത് പ്രാവർത്തികമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് തൊഴിലാളി സഖാക്കളോടൊപ്പം സമരമാണെങ്കിൽ സമരത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക്, ചർച്ചകളിലേക്ക് ഒക്കെ തന്നെ പോയിക്കൊണ്ട് മുന്നോട്ട് പോയ നേതാക്കന്മാരൊക്കെ തന്നെ, അത് ബസ്വന്ത് സിംഗും അശോക് മേത്തയും ഒക്കെ തന്നെ അതിന് നേതാക്കന്മാരായിരുന്നു. പിന്നീട് നമുക്കറിയാം, ഇപ്പോൾ അടുത്ത് 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഞാനും മനിയത്തും അതൊക്കെ തന്നെ ഞങ്ങൾ അവിടെ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നപ്പോൾ എനിക്കും അവിടെ ഒരു അവസരം ലഭിച്ചിരുന്നു. അവിടെ സംസാരിക്കാനുള്ളൊരു അവസരം ലഭിച്ചപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റേജിലൊക്കെ ഉണ്ടായിരിക്കുന്നത് ചുവന്ന കൊടികളാണ് എല്ലാവരുടെയും കണ്ടത്. അപ്പോൾ CITയും AITCയും ആണെന്ന് ധരിച്ചപ്പോൾ അവിടെ കണ്ട കൊടിയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് നമ്മുടെ കൊടിയായിരുന്നു, HMSൻ്റെ കൊടി. അതോടൊപ്പം തന്നെ സ്റ്റേജിലുണ്ടായിരുന്നത് HMSൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ സ്റ്റേജിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുകയും മറ്റ് നേതാക്കന്മാരോടൊപ്പം ഞങ്ങൾ ഏകദേശം 7 പേരുണ്ടായിരുന്നു. CIT ഒക്കെ 4-3 പേര് മാത്രമേ ഉണ്ടായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഈ സമര പരിപാടികളിലൊക്കെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് എല്ലാ യൂണിറ്റ് തലത്തിൽ, അതോടൊപ്പം ജില്ലാ തലത്തിലുള്ള HMSൻ്റെ യൂണിറ്റുകൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് ബോംബെയിലും കൽക്കട്ടയിലും ഡൽഹിയിലും ഒക്കെ തന്നെ HMSൻ്റെ ഏറ്റവും വലിയ സംഘടനകളായിട്ട് മുന്നോട്ട് പോവുകയും തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടാത്ത കാര്യങ്ങളും നേടിക്കൊടുക്കുന്നതിന് മുന്നോട്ട് വരിക. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട 2 പുതിയ MLA-മാർക്ക് സത്യപ്രതിജ്ഞയാണ് 12 മണിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത്. അതോടൊപ്പം നമുക്കറിയാവുന്നതുപോലെ തന്നെ പെൻഷൻ കുടിശ്ശിക ഉടനെ വിതരണം ചെയ്യുക എന്നതാണ്. 14 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് സർക്കാർ അനുവദിക്കേണ്ടത്. കാരണം തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ളൊരു ഭരണമാണ് ഇവിടെ കേരളത്തിലുണ്ടെങ്കിലും തൊഴിലാളികളോട് നിരന്തരം കാണിക്കുമ്പോൾ അത് ആര് തന്നെയായാലും
നടപ്പിലാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ചുമതല ഇന്ന് HMS നുണ്ട്. അതുകൊണ്ട് HMS മുന്നോട്ട് വെക്കുന്ന ഓരോ ആവശ്യങ്ങളും തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. അതോടൊപ്പം നിർമ്മാണ തൊഴിലാളി മത്സരത്തിൽ 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം, ഇങ്ങനെയുള്ള ആവശ്യം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഈ യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ കൺസ്ട്രക്ഷൻ വർക്കർ ജനതാ കൺസ്ട്രക്ഷൻ ജനറൽ വർക്കേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തുന്ന ധർണയിൽ പങ്കെടുക്കാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും ഞാൻ എല്ലാ വിധത്തിലും അഭിവാദ്യം. അതോടൊപ്പം നമുക്കറിയാവുന്ന നമ്മുടെ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രകടനത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു പ്രകടനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ആളുകൾ പറയുന്ന രൂപത്തിലേക്കുള്ള നല്ലൊരു പ്രകടനമാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ ഈ പ്രകടനത്തെയൊക്കെ തന്നെ നയിച്ചുകൊണ്ട് വരാൻ സാധിച്ചത് വളരെ കർമ്മ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് HMS എന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജനതാ കൺസ്ട്രക്ഷൻ യൂണിയൻ വർക്കേഴ്സ് യൂണിയനുമായിട്ട് നേതൃത്വത്തിൽ മുന്നോട്ട് പോകും. കൂടുതൽ കാര്യങ്ങളിൽക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാലും വളരെ നന്നായിട്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും മനസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് തൊഴിലാളികൾക്ക് വേണ്ടി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സംസാരിക്കാൻ മാർഗമാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. കാരണം നിയമസഭയിൽ വരുമ്പോൾ അത് ആധികാരികമായിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകും. അത് നീലം സാറിനൊക്കെ തന്നെ അറിയാം. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും അതോടൊപ്പം നിൽക്കുന്ന ഇന്ന് നിൽക്കുന്ന ജനത HMS. അപ്പോൾ ആ HMSന്റെ ഈ ധർമ്മയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അതുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർമ്മ സമരം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ നന്ദി, നമസ്കാരം.